ഇന്നത്തെ വീഡിയോ ഒരു സാധാരണ കാർ റിവ്യൂ അല്ല. ഇന്ന് നമ്മൾ തിരിഞ്ഞു പോകുന്നത് ഒരു കാലത്തിലേക്കാണ്. ഇന്ത്യയിൽ ആദ്യമായി കാർ എന്നൊരു ആശയം ജനങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിയ കാലത്തിലേക്ക്. അതെ, ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച കാർ എന്ന നിലയിൽ ചരിത്രത്തിൽ ഇടം നേടിയ പേരാണ് ഹിന്ദുസ്ഥാൻ അംബാസഡർ. 1957 ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അവതരിപ്പിച്ച ഈ കാർ ബ്രിട്ടീഷ് മോറിസ് ഓക്സ്ഫോർഡ് മോഡലിനെ അടിസ്ഥാനമാക്കിയിരുന്നു. പക്ഷേ അത് വെറും ഒരു വാഹനമല്ലായിരുന്നു, അത് ഒരു കാലഘട്ടത്തിൻ്റെ തുടക്കമായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയിൽ കാർ എന്നത് വലിയ ആഡംബരമായിരുന്നു. റോഡുകൾ കുറവ്, പെട്രോൾ പമ്പുകൾ കുറവ്, മെക്കാനിക്കൽ സൗകര്യങ്ങൾ പരിമിതം. അത്തരം സാഹചര്യത്തിൽ ഒരു ദേശീയ കാർ നിർമ്മിക്കുക എന്നത് വലിയ ധൈര്യമായിരുന്നു. അംബാസഡർ എത്തുമ്പോൾ ആളുകൾക്ക് അതൊരു അത്ഭുതം പോലെ തോന്നി. വലിയ റൗണ്ടഡ് ബോഡി, മുന്നിൽ വട്ട ഹെഡ്ലാമ്പുകൾ, ശക്തമായ ലോഹ നിർമ്മാണം എല്ലാം ചേർന്ന് അതൊരു ഗൗരവമുള്ള സാന്നിധ്യം ഉണ്ടാക്കി. അന്നത്തെ കാലത്ത് ഒരു കുടുംബത്തിന് കാർ ഉണ്ടെന്ന് തന്നെ വലിയ കാര്യമായിരുന്നു. വിവാഹം, ഔദ്യോഗിക ചടങ്ങുകൾ, രാഷ്ട്രീയ യാത്രകൾ എല്ലാം അംബാസഡറിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുമായിരുന്നു. സർക്കാർ ഓഫീസർമാരും മന്ത്രിമാരും ഉപയോഗിച്ചിരുന്ന പ്രധാന വാഹനം കൂടിയായിരുന്നു ഇത്. അതുകൊണ്ടാണ് സർക്കാർ കാർ എന്നൊരു പേര് പോലും അംബാസഡറിന് ലഭിച്ചത്. അംബാസഡറിൻ്റെ ശക്തി അതിൻ്റെ ലളിതത്വം ആയിരുന്നു. വലിയ ബോഡി, വിശാലമായ അകത്തളം, നന്നായി കംഫർട്ടുള്ള സീറ്റുകൾ. പിന്നിലെ സീറ്റിൽ 3 പേരോ 4 പേരോ സുഖമായി ഇരിക്കാം. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ ഓടാൻ കഴിയുന്ന തരത്തിൽ അതിൻ്റെ സസ്പെൻഷൻ സംവിധാനം രൂപകൽപ്പന ചെയ്തിരുന്നു. കുഴിയുള്ള വഴികളിലും അതിൻ്റെ സാന്നിധ്യം ഉറച്ചതായിരുന്നു. എൻജിൻ കാര്യത്തിൽ അത്ര വേഗതയില്ലെങ്കിലും കരുത്തുള്ള ഒരു ഡ്രൈവിംഗ് അനുഭവം തന്നിരുന്നു. പെട്രോൾ, പിന്നീട് ഡീസൽ പതിപ്പുകളും ലഭ്യമായി. ഡ്രൈവർമാർക്ക് അത് എളുപ്പത്തിൽ സർവീസ് ചെയ്യാനാകുന്ന വാഹനമായിരുന്നു. ലളിതമായ മെക്കാനിക്കൽ ഘടന കാരണം ചെറിയ പ്രശ്നങ്ങൾ പോലും നാട്ടിലെ ഗ്യാരേജുകളിൽ പരിഹരിക്കാനാകുമായിരുന്നു. ഇന്ത്യൻ സിനിമകളിൽ അംബാസഡർ സ്ഥിര സാന്നിധ്യമായിരുന്നു. പോലീസ് കാറായും മന്ത്രിമാരുടെ വാഹനമായും കുടുംബത്തിൻ്റെ സ്വപ്നവാഹനമായും അത് പ്രത്യക്ഷപ്പെട്ടു. ഒരു വീട്ടിൽ അംബാസഡർ പാർക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ ആ വീട്ടിൻ്റെ സാമ്പത്തിക നിലയെക്കുറിച്ച് ആളുകൾ സംസാരിക്കുമായിരുന്നു. കാലം കടന്നു പോകുമ്പോൾ പുതിയ കമ്പനികൾ ഇന്ത്യയിലേക്ക് എത്തി. ചെറിയ കാറുകൾ, കൂടുതൽ ഇന്ധനക്ഷമത, മോഡേൺ ഡിസൈൻ ഇതെല്ലാം വന്നതോടെ അംബാസഡറിൻ്റെ പ്രാധാന്യം കുറയാൻ തുടങ്ങി. എങ്കിലും 2014 വരെ അതിൻ്റെ നിർമ്മാണം തുടർന്നു. ഏകദേശം 6 പതിറ്റാണ്ട് നീണ്ട ഒരു യാത്ര. അതൊരു സാധാരണ കാര്യമായിരുന്നില്ല. അംബാസഡർ ഇന്ത്യയിൽ ഒരു കാർ സംസ്കാരത്തിൻ്റെ തുടക്കം കുറിച്ചു. ഇന്നത്തെ വലിയ കാർ വിപണിയുടെ അടിത്തറ വെച്ചത് ഈ വാഹനമാണ്. ഇന്ത്യയിലെ റോഡുകളിൽ കാർ എന്ന ആശയം ജനപ്രിയമാക്കിയത് അംബാസഡറാണ്. അതൊരു വാഹനമല്ല, ഒരു കാലഘട്ടത്തിൻ്റെ പ്രതീകമായിരുന്നു. ഇന്ന് പഴയ അംബാസഡർ കാണുമ്പോൾ പലർക്കും ഓർമ്മകൾ തിരിച്ചു വരും. അച്ഛൻ്റെ ഓഫീസിലേക്ക് പോകുന്ന യാത്ര, വിവാഹത്തിന് വാടകയ്ക്ക് എടുത്ത കാർ, സ്കൂൾ ഫംഗ്ഷനിൽ പാർക്ക് ചെയ്തിരുന്ന വെള്ള അംബാസഡർ എല്ലാം മനസ്സിൽ തെളിയും. ഇന്ത്യയുടെ ആദ്യകാല കാർ വിപ്ലവം ആരംഭിച്ച വാഹനം ഹിന്ദുസ്ഥാൻ അംബാസഡറാണ്. അത് വെറും മെറ്റലും എൻജിനും ചേർന്ന ഒന്നല്ല, അത് ഒരു രാജ്യത്തിൻ്റെ സ്വപ്നങ്ങളുടെ ചക്രങ്ങളായിരുന്നു. ഇന്നത്തെ മോഡേൺ കാറുകൾ വേഗതയിലും സാങ്കേതിക വിദ്യയിലും മുന്നിലാണ്. പക്ഷേ ഇന്ത്യൻ കാർ ചരിത്രത്തിൽ ആദ്യ വലിയ പടിയെടുത്തത് അംബാസഡറാണ്. അതിൻ്റെ ഓളം ഇന്നും പലരുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നു. ഇതാണ് ഇന്ത്യയിൽ കാർ യാത്രയുടെ തുടക്കം. ഒരു ലളിതമായെങ്കിലും ശക്തമായ കഥ.